ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വീണ്ടും ഒരു വലിയ നോയമ്പിൻ്റെ കാലത്തിൽ വന്നിരിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും പലവിധ സഭകൾ അവരുടെ വിശ്വാസത്തിന് പ്രകാരമായിട്ട് പലവിധ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മാതൃക ഇടവകയിൽ ഈ ഒരു നോയമ്പ് കാലങ്ങളിൽ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ചെയിൻ പ്രെയർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരായിട്ട് വന്ന് ഒരു ഹാഫ് ആൻ അവർ, 1 അവർ അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ടൈം സ്ലോട്ട് വന്ന് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു പതിവ്. അതിനുശേഷമായിട്ട് ധ്യാനങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു നല്ലൊരു കാര്യം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പ്രകാരം ദൈവത്തിൻ്റെ കാൽവരി ക്രൂശുകളെയും പാടുകളെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ത്യാഗത്തെയും നാം ഇങ്ങനത്തെ കഷ്ടാനുഭവങ്ങൾ ദിവസങ്ങൾ മാത്രം നാം ചിന്തിച്ചാൽ പോരാ. ഓരോ ക്രൈസ്ത്യാനിയും അനുദിനവും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്ന് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം, ദൈവം നമ്മിൽ കാണിച്ച സ്നേഹത്തെ ഓർത്ത് ഒരു നന്ദിയുള്ള ജീവിതം നയിക്കുകയും അപ്രകാരമുള്ള ജീവിതം നയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായി ഇരിക്കുന്നു. വർഷങ്ങൾ മുൻപതായിട്ട് ഇത് നടന്ന ഒരു സംഭവം. UK-യിൽ ഒരു രാത്രിയിൽ വിൻ്റർ സീസണിൽ ഒരു സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ ഇങ്ങനെ നടന്നു വന്ന് റോഡിനരികിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു ഗർഭവേദന വരുന്നു. അപ്പോൾ പ്രസവവേദന വന്ന് റോഡ് അരികിൽ തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ഒരു സുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. അറിയാമല്ലോ, UK-യിൽ അത് വിൻ്റർ സീസണിലൊക്കെ വളരെയധികം തണുപ്പായിരിക്കും. നമ്മൾ നല്ലൊരു സ്വെറ്റർ ഉള്ള കാര്യങ്ങൾ ഇല്ലാതെ നമുക്കത് സഹിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ആ കുഞ്ഞ് തണുപ്പിൽ വിറച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്ത്രീയോ ഒരേ ഒരു ചെറിയൊരു സ്വെറ്റർ വെയർ ചെയ്ത് കൊണ്ടിരിക്കുന്നു. കണ്ടപ്പോൾ തനിക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, കുഞ്ഞിന് ഒന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞ് തൻ്റെ സ്വെറ്ററിനെ ഊരി ആ കുഞ്ഞിനെ അങ്ങ് പൊതിഞ്ഞു. അതിനും ഒരു തണുപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി, അതും ഒരു സേഫായിട്ടിരിക്കാൻ വേണ്ടി ചെയ്തു. പക്ഷേ എങ്കിലോ ആ ഒരു തണുപ്പൊക്കെ ഈ സ്ത്രീയുടെ മേൽ വന്ന് സഹിക്കാൻ പറ്റാതെ ആ മകൾ അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ആ പയ്യൻ വളർന്ന് വലുതായി. അപ്പോൾ അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സൊക്കെ ഇങ്ങനത്തെ സംഭവം പറഞ്ഞു കൊടുത്തപ്പോൾ ഓരോ വർഷവും ആ പർട്ടിക്കുലർ ഡേ, ആ പർട്ടിക്കുലർ പ്ലേസിൽ ചെന്ന്, നൈറ്റിൽ ചെന്ന് ആ മകൻ വന്ന് തൻ്റെ ഷർട്ട് റിമൂവ് ചെയ്ത്, അമ്മയെ ഇത്രമാത്രം തണുപ്പ് എനിക്ക് വേണ്ടി സഹിച്ചു, എനിക്ക് വേണ്ടി തന്ന് അമ്മ ഒരു ത്യാഗം ചെയ്ത്, ഞാൻ ജീവിക്കേണ്ടതിന് എനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്ത് എനിക്ക് വേണ്ടി മരണത്തെ ഏറ്റെടുത്ത് എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞ് അവൻ കണ്ണുനീരോടെ അമ്മയ്ക്ക് നന്ദി പറയും. പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ 2000 വർഷം മുൻപതായിട്ട് ഇതേപോലെ ഒരു കാര്യത്തെ ദൈവം ചെയ്തു. നമ്മുടെ പാപം നിമിത്തമായിട്ട് നാം മരണപ്പെട വേണ്ടും, നമ്മുടെ പാപം നിമിത്തമായിട്ട് നാം ശിക്ഷിക്കപ്പെട വേണം. പക്ഷെ ആ സ്ഥാനത്തിൽ ദൈവം ഏറ്റെടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്ന് 33.5 വർഷം പാടുപെട്ട് വളരെയധികം വേദനകൾ സഹിച്ച്, കഷ്ടപ്പാടുകൾ അനേകർ അടിച്ചു തുപ്പി, ശരീരത്തിൽ വേദന ഉണ്ടാക്കി, ശരീരം കീറി നുറിക്കപ്പെട്ടു. ശരീരത്തിൽ ഒരു സ്ഥലം പോലും ഇല്ല ചോര വരാതെ. അത്രമാത്രം ഒരു ഭാരമായ കാൽവരി ക്രൂശിൽ ആണികൾ കയറ്റപ്പെട്ട് വളരെയധികം ത്യാഗം ചെയ്ത് ദൈവം നമുക്ക് വേണ്ടി മരിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാമും ഓർക്കണം. ആ പയ്യൻ തൻ്റെ അമ്മയുടെ ത്യാഗത്തെ ഓർത്തതുപോലെ ഓരോ ദിവസവും ദൈവമേ, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ദൈവം ഈ ലോകത്തിൽ കടന്നു വന്നത്, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും വലിയ പാടുകൾ സഹിച്ചത്. ഞാൻ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് മുൻപേ ഞാൻ പാപം ചെയ്ത് പിതാവിന് ശത്രുക്കളായിരിക്കുകയിൽ ഒരു അബ്ബാ പിതാവേ എന്ന് പുത്രത്തിൻ്റെ അവകാശം കൊടുക്കുവാൻ വേണ്ടി ദൈവം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നാം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ നാഗർകോവിൽ, തമിഴ്നാട്ടിലൊരു പട്ടണത്തിൽ. ഞാൻ ജനിച്ചതും എൻ്റെ പിതാവ് വിദേശത്തിന് വേണ്ടി ജോലിക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഇല്ലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ എൻ്റെ അമ്മ ഒരു വർക്കിംഗ് വുമണായിരുന്നു, ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിരുന്നു. അമ്മ വന്ന് ശരിക്കും ഒരു വർക്കിംഗ് വുമണിന്
ഒരു റിലേറ്റീവ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ആ ഒരു 80s ടൈമിൽ ഒരു ഫാമിലി റൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പക്ഷേ ദൈവം വലിയൊരു കഴിവും അനുഗ്രഹം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ 3 പേരും നല്ല രീതിയിൽ പഠിപ്പിച്ച് ദൈവഭയത്തോടെ വളർത്തിയവരിതാക്കി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച് ജോലിക്ക് കയറിയപ്പം ഒരു കാലഘട്ടങ്ങളിൽ എൻ്റെ പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ എപ്പോഴും ഓർക്കും, എൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടല്ലോ, ഇത്രമാത്രം ത്യാഗം സഹിച്ചല്ലോ, ഓരോ കാര്യങ്ങൾക്കും ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്തു എന്ന് ഓർത്ത് ഞാൻ എൻ്റെ അമ്മയോട് നേരെ ചെന്ന് പറഞ്ഞു, എനിക്കിങ്ങനെയൊക്കെ ഓർമ്മ വരുന്നു, അമ്മ എത്രമാത്രം ത്യാഗം സഹിച്ചു, എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ 3 മക്കളെയും പ്രത്യേകിച്ച് എന്നെ വളർത്തിയത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി പറഞ്ഞു, മോനെ നീ എനിക്കിങ്ങനെ ഒന്ന് പറഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷം, ഇപ്പോൾ ഞാൻ ഇത്രമാത്രം പാടുപെട്ടതിൻ്റെ എനിക്ക് ബലം കിട്ടി എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. അധികം താമസിക്കാതെ തന്നെ അമ്മ ഈ ലോകത്തിൽ വിടവാങ്ങി. ദൈവം കൊടുത്ത ആയുസ്സം പൂർത്തിയാക്കി ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവവും നമുക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്തിരിക്കുന്നു. ആ ത്യാഗത്തിന് നാം ഒരു വാല്യൂ കൊടുക്കണം. ഇന്ന് മനുഷ്യർ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ വളരെയധികമായിട്ട് പാപം ചെയ്യുന്നു, ഒരു ദൈവഭയമില്ലാതെ ഒരു അഹങ്കരിച്ചു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവം ഇത്ര വലിയ വില കൊടുത്തു, ഇത്ര വലിയ ത്യാഗം ചെയ്തു, ഇത്ര വലിയ കഷ്ടം സഹിച്ചു എന്നൊരു കാര്യം മറന്നു പോകുന്നു. ഈ നോമ്പ് കാലത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ദൈവത്തിൻ്റെ ത്യാഗം ഓർക്കണം, ഓരോ ദിവസം ഓർക്കണം. ദൈവത്തിൻ്റെ ത്യാഗത്തിന് നാം വില കൊടുക്കണം, അതിന് നന്ദിയുള്ളവരായി ജീവിക്കണം. അപ്രകാരം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ദൈവം എന്തിനാണ് ഈ ലോകത്തിൽ കടന്നു വന്നത്? നാം പാപം ചെയ്ത് പിതാവിന് ശത്രുക്കളായിരിക്കപ്പെടിയാൽ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ ജീവനെ കൊടുത്ത് നമ്മയും പിതാവിന് ദൈവം ചേർത്ത് ഒരു മകൻ എന്ന അന്തസ്തു ദൈവം തന്നു, ഒരു മകൾ എന്നൊരു അന്തസ്തു ദൈവം തന്നു. തുടർന്ന് ദൈവത്തിൻ്റെ തിരുഹിതം എന്താകുന്നു? നിങ്ങൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രീതിയുള്ള ഒരു കാര്യം, ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ചില പാപങ്ങളെല്ലാം നാം അതിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ഒരു വിശുദ്ധിയുള്ള ജീവിതം, ഒരു പാപമില്ലാത്ത ജീവിതം, ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു ജീവിതം, അവസാനം നമ്മുടെ ഓട്ടത്തെ തികച്ചുകൊണ്ട് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. അതുമത്രേ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തെ ദൈവം വളരെ കെയർഫുള്ളായിട്ട് നോക്കുന്നു. ഗോഡ് ഈസ് വാച്ചിങ് അവർ ലൈഫ്. നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പാപകാര്യം നാം വിട്ട് കളയുമെങ്കിൽ, അല്ല അത് എനിക്ക് വേണ്ട എന്ന് സാക്രിഫൈസ് ചെയ്യുമെങ്കിൽ ദൈവം അത് സന്തോഷിക്കും. ഫോർ എക്സാമ്പിൾ, മദ്യപിക്കണം എന്ന് നമുക്കൊരു തോന്നൽ വരുമ്പോൾ അത് മദ്യപിക്കുന്നത് ദൈവത്തിന് ദുഃഖപ്പെടുത്തുന്ന ഒരു കാര്യം. ഞാൻ ഇത്രമാത്രം എനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ദൈവം, എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത ദൈവം, എനിക്ക് വേണ്ടി ജീവനെ കൊടുത്ത ദൈവം, ആ ദൈവത്തിന് പ്രീതിയില്ലാത്ത ഒരു കാര്യമാണ് ഇത്, ഞാൻ ചെയ്യത്തില്ല എന്ന് ഒരു ത്യാഗം ചെയ്യുമ്പോൾ ദൈവം സന്തോഷപ്പെടുന്നു. അതുമാത്രമല്ല, ഇന്നും ഒരുപാട് പാപകാര്യങ്ങളുണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിലും. ചില സമയങ്ങളിൽ ചില മനുഷ്യർ എനിക്ക് വിരോധമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ മേലൊരു ദേഷ്യം വരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കും, അയ്യോ ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ അത് ദൈവത്തിന് പ്രീതിയില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞ് അവരെ സ്നേഹിക്കുവാൻ തുടങ്ങുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. ചിലരോട് ദേഷ്യപ്പെടുമ്പോൾ, ദേഷ്യം വരുമ്പോൾ നമുക്കത് ചിന്തിക്കണം, അത് ദൈവത്തിന് പ്രീതിയില്ലാത്ത ഒരു കാര്യം, അങ്ങനെ ചെയ്യണം. പ്രിയമുള്ളവരെ, എൻ്റെ കണ്ണുകളിൽ ഇരുന്ന് ഒരു പാപകാര്യങ്ങൾ എൻ്റെ മുമ്പേ വരുമ്പോൾ, അയ്യോ ദൈവത്തിന് പ്രീതിയില്ലാത്ത ഒരു കാര്യം എന്നും എൻ്റെ കണ്ണുകളെ മാറ്റി ഞാൻ ദൈവത്തെ നോക്കി പാർക്കുമ്പോൾ അവിടെ ദൈവം സന്തോഷപ്പെടുന്നു നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ ദൈവത്തെ ഭയപ്പെടുന്നപടി നാം ചെയ്യുമ്പോൾ അത് കണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും, അതിലൊരു സംശയവുമില്ല. അതിന് വെരി ഗുഡ് എക്സാമ്പിൾ വേദവചനത്തിൽ നാം വായിച്ചു നോക്കുന്നത് ഔസേപ്പിൻ്റെ ജീവിതം. നാം ഉൽപ്പത്തി 39-ാം അധ്യായം 9-ാം വചനം വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ദൈവത്തിന് എതിരായിട്ട് എങ്ങനെ പാപം ചെയ്യും? അവിടെ ഒരു പാപം ചെയ്യുവാനൊരു അവസരം ലഭിക്കുന്നു, ഞാൻ എങ്ങനെ ചെയ്യും എന്ന് അദ്ദേഹം ഓടിക്കളയുന്നു.
അതുകൊണ്ട് ഇത്ര വിശുദ്ധ തീമോഥെയോസ് എഴുതുമ്പോൾ 2-ാം ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം പറയുമ്പോൾ, യൗവനാ, നിന്റെ എല്ലാവിധ പാപങ്ങൾക്ക് നീ ഓട് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറയുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് വേണ്ടി ഒരു ചെറിയൊരു സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊരു പാപകാര്യം. മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമില്ലാത്ത സംസാരിക്കുന്നത് പാപം നമുക്ക് അറിയാം, കളവ് പറയുന്നത് പാപം എന്ന് അറിയാം. ഇനിയും ഞാനത് ചെയ്യത്തില്ല എന്ന് നാം അതിൽ നിന്ന് വിട്ടുമാറുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഒരു ചെറിയൊരു സാക്രിഫൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അതിനെ മാനിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. സംഗീതകാരൻ പറയുന്നത് പോലെ അദ്ദേഹം 116-ാം അധ്യായം 12-ാം വചനത്തിൽ പറയുന്നു, ദൈവം എൻ്റെ മേൽ ഇത്രമാത്രം അനുഗ്രഹം ചൊരിഞ്ഞതിന് ഞാൻ പകരം എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത വാക്കിൽ പറയുന്നു, ഞാൻ രക്ഷയുടെ പാനപാത്രം കർത്താവിനെ നോക്കി വിളിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഇത്രമാത്രം സ്നേഹം ചെയ്ത, ഇത്രമാത്രം ത്യാഗം നമുക്ക് വേണ്ടി ചെയ്ത വേറെ ആരുണ്ട്? ആ ദൈവത്തിന് നാം എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പകരം കൊടുക്കാൻ പറ്റും? ആ ദൈവത്തിൻ്റെ തിരുഹിത പ്രകാരം നാം നടക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസരങ്ങളിലും എവിടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താമോ അവിടെയൊക്കെ നാം മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ദൈവം നമ്മെ പ്രീതിപ്പെടുന്നു, ദൈവം ഏതൊക്കെ കാര്യത്തിൽ ദൈവം സന്തോഷിക്കുന്നു, അതൊക്കെ നാം ചെയ്യുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, വചനത്തിൽ വായിക്കുമ്പോൾ, പ്രാർത്ഥനിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, അത് മാത്രമല്ല ഒരു വിശുദ്ധിയുള്ള ദൈവം നയിക്കുമ്പോൾ, ദൈവം പ്രീതിയുള്ള കാര്യത്തെ ചെയ്യുമ്പോൾ, ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ദൈവത്തെ പോലെ തന്നെ ആകുമ്പോൾ ദൈവം സന്തോഷിക്കും. നല്ലത്, ഞാൻ ഇത്രമാത്രം പാടുപെട്ട് ഈ മകന് വേണ്ടി ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചു, ഇത്ര പാടുകൾ പെട്ടു, അത് എനിക്ക് പ്രയോജനമായി. കാരണം അവൻ പാപത്തിൽ നിന്ന് വിലകി ഞാൻ പ്രതീക്ഷിക്കുന്നത്ര ഈ മകൻ നടക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നത്ര ഈ മകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് വളരെയധികം സന്തോഷം. മറിച്ച് നാം ഇത്രമാത്രം ചെയ്തിട്ടും ഇനിയും പാപത്തിൽ ജീവിച്ച് ഇനിയും ദൈവത്തെ അറിയാതെ പാപകാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എത്രമാത്രം ദുഃഖപ്പെടും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ കഴിയുന്നതത്രയും let us sacrifice the worldly pleasures for God. അത് നാം വിട്ടുകളയുമ്പോൾ ദൈവം അതിന് മാനിക്കും, ദൈവം ഉത്തരം നൽകും. ഓരോ കാര്യങ്ങൾ ചെയ്യ ദൈവം നിങ്ങളുടെ അരികിൽ വരുന്നതും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതും നിങ്ങൾ കാണും. പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്യുമ്പോൾ when days progress, you will lose every sinful things all sinful habits in your life. അങ്ങനെ നിങ്ങൾ വിശുദ്ധ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, ദൈവത്തോട് നടക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. ദൈവം വരാൻ പോകുന്ന ആപത്ത് കാലങ്ങളിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വലിയ നോയമ്പ് കാലത്തിൽ ഒരു തീരുമാനമെടുക്കാം. I am going to leave all sinful things which God dislikes. ദൈവത്തിന് പ്രീതിയുള്ള പ്രഹാരമായിട്ട് എൻ്റെ ഓരോ ജീവിതത്തിനും ദൈവത്തിന് പ്രീതിയുള്ള ജീവിതം നയിക്കും എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വചന സന്ദേശം ഇവിടെ പ്രാർത്ഥനയോട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അടുത്ത ഒരു മെസ്സേജോട് വരുന്നത് വരെ ഞാൻ പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു. നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.